വി ഗോവിന്ദൻ മാഷ് നമുക്കൊപ്പം ചേരുന്നു റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ. വെരി ഗുഡ് മോർണിംഗ് ഗോവിന്ദൻ മാഷെ. ഞാനുണ്ട്, ഒപ്പം സ്മൃതി പരുത്തിക്കാട്, സുജയ പാർവതി, ഉണ്ണി ബാലകൃഷ്ണൻ, ഞങ്ങൾ 4 പേരുമുണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ. സ്വാഗതം. അരുണെ, ഈ സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കളെ ഏത് സമയത്ത് കിട്ടിയാലും അവരോട് രാഷ്ട്രീയം അങ്ങ് ചോദിച്ചു കളയും. അതെ, എനിക്ക് വ്യക്തിപരമായി മാഷോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ മാഷ് നന്നായി വായിക്കുന്ന ആളാണ്. മാഷ് സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റതിന് ശേഷം മാഷിൻ്റെ വായനയൊക്കെ എങ്ങനെയാണ്? യാത്രകളിൽ വായിക്കാറുണ്ടോ? പുസ്തകങ്ങൾ വായിക്കാൻ സമയം കിട്ടുന്നുണ്ടോ മാഷിന്? പുസ്തകങ്ങളൊക്കെ വായിക്കുക എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് കിട്ടാവുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ച് വായിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. യാത്രയിലും അതുപോലെ തന്നെ എവിടെ എത്തുമ്പോഴും പുസ്തകം സ്വന്തം കയ്യിൽ തന്നെ ഉണ്ടാകുമ്പോഴും വായിക്കാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തുക, അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വായിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. ഈ വായന, എഴുത്ത് തുടങ്ങിയ കാര്യങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. നമ്മൾ 100% സാക്ഷരരായ സമൂഹമാണ്. നമുക്ക് വിലപ്പെട്ട എഴുത്തുകാരുണ്ട്. ലോക സാഹിത്യത്തിനും ഒക്കെ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഭാഷയാണ് നമ്മുടേത്. അത്തരത്തിൽ എഴുത്തുകാരെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഇപ്പോൾ എഴുത്തുകാർ വളരെ പ്രധാനപ്പെട്ട ചില അഭിപ്രായങ്ങൾ CPM-മായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളെ വായിക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അഭിപ്രായങ്ങൾ പറഞ്ഞത് CPM-നുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നത് നിങ്ങളുടെ നിഗമനമാണ്. പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ശരി മാസ്റ്ററെ, ഇപ്പോഴും പറഞ്ഞു തുടങ്ങിയതല്ല, അതിനകത്തൊരു വളരെ മുമ്പേ പറഞ്ഞതാണ്. ശരി, CPM-മായി ബന്ധപ്പെട്ടല്ല എന്നൊരു നിലപാട് പാർട്ടി സ്വീകരിക്കുന്നു. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ബന്ധപ്പെട്ടതാ. CPM-യുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയാൻ സാധിക്കുന്നതല്ല. രണ്ട് ആളാണല്ലോ നിങ്ങളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 2 സാഹിത്യകാരന്മാർ. ഒന്ന് MT ആണ്, മറ്റൊന്ന് M. മുകുന്ദനാണ്. രണ്ടുപേരും പറഞ്ഞതിനെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ പൊതുവായിട്ടുള്ള കാര്യമായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുക. വിമർശനാത്മകമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും CPM അതിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത് എന്ന് ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട്, ഇപ്പം CPM-മായി ബന്ധപ്പെട്ടല്ല ഈ വിമർശനം എന്നുള്ളത് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നിലപാടാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഒരു നല്ല വിഭാഗം ജനങ്ങൾ ഔദ്യോഗിക നിലപാടല്ല, ഔദ്യോഗിക നിലപാടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് സൂക്ഷ്മമായിട്ട് വായിച്ച എല്ലാവർക്കും മനസ്സിലാവും. കാരണം MT എഴുതിയിട്ടുള്ളത് ഇപ്പോഴെഴുതിയതൊന്നുമല്ല, മുമ്പ് തന്നെ എഴുതിയതാണ്. അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ, എത്രയോ മുമ്പ് തന്നെ എഴുതിയിട്ടുണ്ടത്. അതിനുശേഷമാണ് അത് പ്രസിദ്ധീകരിച്ചത്. 2003-ലാണ്. അന്ന് AK രണിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അപ്പോൾ അത് AK രണിക്കെതിരായിട്ട് ഒരു വിമർശനമായിട്ട് അന്നാരും കണ്ടിട്ടില്ല, എഴുതിയിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പൊതുവായിട്ട് സോവിയറ്റ് റഷ്യ ഉൾപ്പെടെയുള്ള നിരവധി സാർവദേശീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട്, കേരളത്തിലെ EMS-ൻ്റെ ഇടപെടൽ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരാമർശമാണ്, ലേഖനാണെന്ന് പറയാം. അതിനെ CPM-ൻ്റെ പെരടിക്ക് കെട്ടി വെച്ച് ഇപ്പോൾ നിങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് അത് രാഷ്ട്രീയ ഉദ്ദേശം കൊണ്ടാണ്, വേറെ ഒന്നുമില്ല അതിനകത്ത്. ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ വിമർശനങ്ങളെയും, അത് ആരുടെ വിമർശനത്തെയും, അതിപ്പോൾ MT മാത്രമല്ല, M. മുകുന്ദൻ മാത്രമല്ല, പാർട്ടിയെ പറ്റിയോ അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏത് വിമർശനത്തെയും, അത് സാഹിത്യകാരന്മാരാവണമെന്നില്ല, കലാകാരന്മാരാവണമെന്നില്ല, അതുപോലെ തന്നെ സിനിമക്കാരാവണമെന്നില്ല, ഏത് പ്രാദേശിക തലത്തിലുള്ള പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുന്നതും ബന്ധപ്പെടാത്തതുമായ ആരുടെയും ക്രിയാത്മകമായ വിമർശനങ്ങളെ ഫലപ്രദമായിട്ട് മനസ്സിലാക്കി പരിശോധിച്ച് പോകുന്ന നിലപാടാണ് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെ തെറ്റിതിരുത്തൽ പ്രക്രിയയിലൂടെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി അതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ CPM-ന് നേരെയുള്ളൊരു വിമർശനമല്ല, ഒരു പൊതുവിമർശനം എന്നുള്ള നിലയ്ക്ക് നമുക്കത് പരിഗണിക്കാം. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് മാധ്യമങ്ങൾ മനഃപൂർവ്വമായി അത്തരത്തിലൊരു വിവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയാമെങ്കിലും MT-യുടെ വിമർശനം, പിന്നീട് വന്ന മുകുന്ദൻ്റെ വിമർശനം, അത് പിണറായി വിജയനെയും CPM-നും നേർക്കുള്ളൊരു വിമർശനമായിട്ട് ഒരു വലിയ വിഭാഗം കരുതുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടി. അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തൊക്കെ ആ വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക്
പരിശോധിക്കേണ്ടതുണ്ടോ അതൊക്കെ പരിശോധിക്കുന്നത് തന്നെയാണ് മാഷെ. പറഞ്ഞതിന്റെ പക്ഷേ അർത്ഥം. പരിശോധിക്കുമെന്ന് പിന്നെ പറയുമ്പോഴും ആ തെറ്റ് രീതിയിലുള്ള പറ്റിയെന്ന് വാർത്തകളെ- സമ്മതിക്കുന്നില്ലല്ലോ ആ, മാഷെ. ആ. അപ്പൊ എവിടെയാണ് പരിശോധിക്കുക എന്നൊരു സംശയം സ്വാഭാവികമായും കേൾക്കുന്നവർക്ക് തോന്നും. ഇപ്പോൾ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പൂർത്തിയാക്കോട്ടെ. ഇതിപ്പോൾ എം ടി ആദ്യം പറഞ്ഞു, പറഞ്ഞു. പിന്നീട് എം മുകുന്ദൻ പറഞ്ഞു. അത് മാത്രമല്ല ടി പത്മനാഭൻ, ലീലാവതി ടീച്ചർ എം ഡി ആദ്യം പറഞ്ഞു നിങ്ങൾ ആളുകളെ ആളുകളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എം ഡി ആദ്യം പറഞ്ഞു എന്നാണ്. എം ഡി ആദ്യം എപ്പോൾ പറഞ്ഞത്? ഗോവിന്ദമാഷെ, അതിന്റെ കൃത്യമായ കണക്കാണെങ്കിൽ ആദ്യം എപ്പോഴാണ് പറഞ്ഞതെന്ന് EMSന്റെ മരണത്തിന് ശേഷം എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പാണ്. 98 പറഞ്ഞു. അത് ഇപ്പോഴും പ്രസക്തമാണെന്നുള്ളതാണല്ലോ ശ്രീ എം വി ഗോവിന്ദൻ. ഇപ്പോഴും അത് പ്രസക്തമാണ് എന്നുള്ളതാണല്ലോ ചർച്ച വരുന്നത്. ആട്ടെ, ഇനിയും പ്രസക്തമാണ്. ഇപ്പം മാത്രമല്ല, ഇനിയും പ്രസക്തമാണ്. അത് കേരളത്തിനും പ്രസക്തമാണ്, ഇന്ത്യക്കും പ്രസക്തമാണ്, ലോകത്തിനും പ്രസക്തമാണ്. ശരി, പ്രസക്തമായി ഞാൻ ചോദിക്കട്ടെ മാഷെ, ദേഷ്യം പിടിക്കരുത്, ക്ഷമയോടെ മറുപടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വളരെ സന്തോഷമല്ലേ. വ്യക്തിപൂജ എന്നുള്ളത് പാർട്ടിയുടെ രീതിയല്ല അല്ലെ? പാർട്ടി അതിനെതിരാണ്. പക്ഷേ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി സൂര്യനാണ് എന്നൊരു പ്രയോഗം വന്നിരിക്കുകയാണ്. അത് അണികളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കും. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് പല പാട്ടുകൾ വരുന്നു, പല പ്രതികരണങ്ങൾ വരുന്നു. അങ്ങനെ ഉണ്ടാകും. ആരാധന തനിക്കുമുണ്ട് എന്ന് EP ജയരാജനും പറയുകയാണ്. അപ്പോൾ വ്യക്തിപൂജയിലേക്ക് മാറിയോ പാർട്ടി? ഒരു സംശയമാണ്. വ്യക്തിപൂജയിലേക്ക് മാറിയിട്ടേയില്ല. ഞാനും വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് പറഞ്ഞതാണ് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. അതല്ലാന്ന് ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കി. നിങ്ങൾക്കത് എടുത്തു കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിങ്ങൾ നടപ്പിലാക്കുകയാണ്. അതിനൊരു മിനിറ്റ് വരാൻ ഞങ്ങളില്ല. നെഗറ്റീവായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാർത്ത എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വ്യക്തിപൂജക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ എങ്ങനെയാ പറഞ്ഞതെന്ന്. അത് പറയണോ? ഇനി വീണ്ടും പറയണോ? ഒന്നുകൂടെ പറഞ്ഞോളൂ. അന്വേഷണ ഏജൻസികൾ അടുത്തേക്ക് എത്തിയാൽ കത്തിപ്പോകുമെന്ന് പറഞ്ഞതിനെ എങ്ങനെയാണ് വിശദീകരിക്കുക? അതന്നെയാ പറഞ്ഞത്. അഗ്നി എന്ന് സാധാരണ പറയുന്നതിന് പകരം സൂര്യൻ എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതായത് കേന്ദ്ര ഏജൻസികൾ എത്രയോ വർഷമായിട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെയും കേരളത്തിലെ മുഖ്യമന്ത്രിയെയും വളരെ വ്യക്തതയോടുകൂടി ടാർഗറ്റ് ചെയ്ത് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പിണറായി വിജയനിലേക്ക് അവരെന്തുകൊണ്ട് എത്തുന്നില്ല എന്ന ചോദ്യത്തിന് പത്രപ്രവർത്തകർ പറഞ്ഞത് BJPയും CPIയും തമ്മിലുള്ള അന്തർധാരയാണ് എന്നാണ്. ഞാനതിനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, അന്തർധാരയല്ല, അത് അങ്ങോട്ട് എത്തുന്നില്ല, എത്താനാവില്ല. സൂര്യൻ്റെ മുമ്പിലേക്ക് കടന്നു ചെന്നാൽ അത് കരിഞ്ഞു പോകും എന്നാ പറഞ്ഞത്. അതിലൊരു വ്യക്തിപൂജയില്ല. അത് ശരിയായ ഉദാഹരണമാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട അത്രയേ ഉള്ളൂ. അതായത് സൂര്യൻ എന്നുള്ള ഒരു പ്രയോഗം അന്വേഷണ ഏജൻസികൾക്ക് എത്താൻ കഴിയില്ല എന്നത് ഉദ്ദേശിച്ചു മാത്രമാണ്. എത്താൻ കഴിയില്ല. അത്ര തന്നെയാ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇതേ പറഞ്ഞു. എടുത്ത് നോക്കിക്കോ അന്നത്തെ ടേപ്പ്. പക്ഷെ അപ്പോഴും കാണാലോ, നമ്മുടെ കയ്യിലുണ്ടല്ലോ. ശരി മാഷേ, അപ്പോഴും ഈ കാരണഭൂതൻ എന്നൊരു പ്രയോഗം നമ്മുടെ മുന്നിൽ കിടക്കുന്നു. അതൊരു പാട്ടായി, അതൊരു തിരുവാതിരക്കളിയായി എത്തുന്നു. അതിനെ ആ ഘട്ടത്തിൽ അതൊക്കെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നീടാണ് ഈ കഴുകനെക്കുറിച്ചും കുതിരയെക്കുറിച്ചുമുള്ള ഫാൻസ് അസോസിയേഷനുകളുടെ പാട്ടുകൾ ഉണ്ടാവുന്നു. വീരാരാധന എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എം വി ഗോവിന്ദ മാഷേ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് അണികൾക്ക് വീരാരാധനയാണോ ഉണ്ടാവേണ്ടത്? അത് പാർട്ടിയുമായി സമരസപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്ര ബന്ധമല്ലേ ഉണ്ടാവേണ്ടത്? കാരണം ഇത് വീരാരാധന ഉണ്ടായാൽ പിന്നീട് വിമർശനം നടക്കില്ല. പാർട്ടി വിശ്വസിക്കുന്നത് അടിസ്ഥാനമായി ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിലാണ്. ഞാൻ വരുന്നു ഗോവിന്ദ മാഷ്, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സംവിധാനത്തിൽ അതെ, അപ്പോ ആ വീരാരാധന എന്നുള്ള പദപ്രയോഗം ആ പാർട്ടിയുടെ അടിസ്ഥാന ആശയത്തിനു തന്നെ ഘടകവിരുദ്ധമല്ലേ എന്നതാണ് എന്റെ ചോദ്യം. വീരാരാധന എന്ന് പറയുന്നത് മാർസത്തോടാണ്. മാർക്സിസത്തോടാണ് വീരാരാധന, വ്യക്തിയോടല്ല. അത് വ്യക്തിയോടല്ല. അങ്ങനെ ഒരു പ്രയോഗം LDF കൺവീനറിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. കാരണം അതും കൂടിയാണ് പ്രത്യേകിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. ഒരു സീരീസിന്റെ LDF കൺവീനർ മാത്രമല്ല, വീരാരാധന പല രീതിയിൽ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. പണ്ട്
AKG കേരളത്തിലെ വിവിധ കാർഷിക പ്രശ്നങ്ങൾ ഇടപെട്ട് പ്രത്യേകിച്ച് കുടിയൊഴിപ്പിക്കൽ സംഭവങ്ങൾക്ക് വിധേയമാവുന്ന കർഷകരോടൊപ്പം ചേർന്ന് അമരാവതി ഉൾപ്പെടെയുള്ള മേഖലയിൽ നിരാഹാര സമരം നടത്താറുണ്ട്. ആ നിരാഹാര സമരം AKG നടത്തുമ്പോൾ ആ നിമിഷം മുതൽ നിരാഹാരം കിടക്കുന്ന ചിലരെ പറ്റി വാർത്തയായിട്ടും അതുപോലെ തന്നെ വിശകലനമായിട്ടും പിന്നീട് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ AKG എപ്പോഴാണോ നിരാഹാരം അവസാനിപ്പിക്കുന്നത് അതുവരെ നിരാഹാരത്തിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന സാധാരണ മനുഷ്യരുണ്ട് കേരളത്തിൽ അന്ന്. അതൊക്കെ സൂചിപ്പിക്കുന്നത് AKGയോട് കാണിക്കുന്ന AKG എടുക്കുന്ന നിലപാടിനോട് കാണിക്കുന്ന ആദരസൂചകമായ രീതി തന്നെയാണ്. ഇതെല്ലാം അച്ചിലിട്ട് വാർത്ത പോലെ ഒരു പ്രത്യേക രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും ധരിക്കാൻ പാടില്ല. മനുഷ്യർ പല രീതിയിലും ആളുകളെ കാണുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അവരുടേതായ രീതിയിൽ അതിനെ കാണാൻ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതൊക്കെ വസ്തുതാപരമായ കാര്യമാണ്. ഇതെല്ലാം അച്ചിലിട്ട് ഒരു വാർത്തെടുത്ത പോലെയുള്ള ഒരു മാനസികാവസ്ഥയാണ് ലോകത്തെമ്പാടും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും കമ്മ്യൂണിസ്റ്റുകാരിലും അല്ലാത്തവരിലും ഉള്ളത് എന്നുള്ള പൊതുവൽക്കരിക്കപ്പെടുന്ന നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് സമൂഹത്തിൽ. ആശയപ്രപഞ്ചത്തിന് നല്ല സ്വാധീനമുണ്ട് അവിടെ. ശരിയാണ്, അത് നമ്മൾ കാണണം. ആശയപ്രപഞ്ചം എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതി തന്നെ, അതായത് ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പന്നം തന്നെയാണ് ആശയപ്രപഞ്ചമെങ്കിലും ഈ ആശയപ്രപഞ്ചത്തിന് സ്വതന്ത്രമായിട്ട് നിൽക്കാനാവുന്നുണ്ട്. ഈ ആശയത്തിന് കണ്ണി ചേർക്കപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടാൽ അത് പിന്നീടൊരു ഭൗതിക ശക്തിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭൗതിക ശക്തിയായിട്ട് മാറിയാൽ ഭൗതിക ഉൽപ്പന്നം തന്നെയായ ആശയപ്രപഞ്ചത്തിൻ്റെ കരുത്തുറ്റ ഇടപെടലിൻ്റെ ഭാഗമായി ഭൗതിക പ്രപഞ്ചം തന്നെ മാറുന്നുണ്ട്. ഇതാണ് വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്. പക്ഷെ അവിടെയാണ് ഭൗതികമായിട്ടുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ വളരെ പെട്ടെന്ന് ലഘൂകരിക്കുന്നതായ ഒരു സംശയം ഉണ്ടാവുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഈ വീരാരാധന എന്ന വാക്കിൽ ഉറച്ചു നിൽക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫാൻസ് നമുക്ക് തള്ളിക്കളയാം. ഫാൻസ് എന്നൊരു ആശയമില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. ആശയപരമായ കാര്യങ്ങളെയാണ് ഇത്. ഈ അനുയായികൾ ഉണ്ടാവാം, അത് ആശയങ്ങൾക്കാണ്, വ്യക്തികൾക്കല്ലല്ലോ. അതെ, വ്യക്തികൾക്കല്ല. ശരി ഗോവിന്ദ മാഷെ, ഞാൻ ഇതുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ വിമർശനത്തിന്റെ ഭാഗം സൂചിപ്പിച്ചുകൊണ്ടാണ്. കാരണം ഈ സാറ ടീച്ചറുടെ പ്രസ്താവന വന്നത് 141 കോടി മനുഷ്യർക്കും ബാധകമായ വിമർശനം. ഇന്ത്യക്ക് അങ്ങ് അതിനെ കുറച്ചുകൂടി ഒരു വിശാലമായ അർത്ഥത്തിൽ വലതുവൽക്കരിക്കപ്പെടുന്ന ലോകത്തിന്റെ പശ്ചാത്തലത്തിലും ഈ വിമർശനത്തിന് പ്രസക്തിയുണ്ട് എന്ന് സൂചിപ്പിച്ചു. പക്ഷെ അങ്ങനെ വരുമ്പോഴും ആദ്യം തന്നെ ഒരു പ്രതിരോധം എന്തിനാണ് CPM എടുക്കുന്നത്? കാരണം തെറ്റിതിരുത്തൽ ഒരു പ്രധാനപ്പെട്ട രേഖയായി തന്നെ കൊണ്ടുവരുന്ന ഒരു പാർട്ടിയാണ്. അത് പാർട്ടിയുടെ പ്ലീനത്തിൽ അവതരിപ്പിക്കുകയോ ചർച്ച ചെയ്യുകയോ ഒക്കെ ചെയ്തൊരു പാർട്ടിയാണ്. പലതരത്തിലും തെറ്റുതിരുത്തി മുന്നോട്ട് പോകണം, ചേഞ്ച് എന്നുള്ളതാണല്ലോ മാക്സിന്റെ അടിസ്ഥാനമായ ആശയം. ആണ്, അങ്ങനെയാണ്. അതാണ്. ഞങ്ങളൊരു പ്രതിരോധത്തിൻ്റെയും കാര്യമായിട്ട് വന്നിട്ടില്ലല്ലോ. ഞങ്ങൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് പറയല്ലേ ചെയ്തത്. അതിപ്പോഴും ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ലേഖനം ഇപ്പോഴല്ലെങ്കിൽ അവസാനം പറഞ്ഞിട്ടുള്ള ആ യോഗത്തിൻ്റെ ഭാഗമായിട്ട് വായിച്ച ആ കുറിപ്പിൽ യഥാർത്ഥത്തിൽ വിമർശനാത്മകമായ ഒരുപാട് കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഭരണകൂടം കൈകാര്യം ചെയ്യുന്നൊരു പാർട്ടിയായിട്ട് ഇന്ത്യയിൽ കേരളത്തിൽ മാറിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും നിങ്ങളുൾപ്പെടെയുള്ള ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ ശൃംഖലകളും ചേർന്ന ഒരു ഭരണകൂട വ്യവസ്ഥയിൽ പാർലമെൻ്ററി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് 5 കൊല്ലം കൂടുമ്പോൾ അവസരം ലഭിക്കുന്ന, അതും എത്ര കാലമാണ് ഇനി അവസരം ലഭിക്കാമെന്ന് പറയാൻ സാധിക്കുന്നതല്ല ഇന്നത്തെ രാജ്യത്തിൻ്റെ അവസ്ഥ. അവസരം കിട്ടുന്ന സന്ദർഭത്തിൽ ലെജിസ്ലേച്ചർ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനത്തിൽ MD ഉൾപ്പെടെയുള്ള ഇവരെല്ലാം പറയുന്ന വിമർശനങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടോ സഖാവ് പിണറായി വിജയൻ്റെ കാലത്തോ ഇനി വേറെ ആരെങ്കിലും വരികയാണ് അന്നത്തെ കാലത്തോ അസംബ്ലിയിൽ വരുന്ന ഭൂരിപക്ഷം കൊണ്ട് പരിഹരിക്കപ്പെടുന്ന പ്രശ്നമാണിത് എന്ന ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, അത് അന്ന് 2003 പ്രസിദ്ധീകരിച്ച സന്ദർഭത്തിലും ഇപ്പോഴത് വീണ്ടും വിശദീകരിച്ച കാലത്തിലും ഇനിയും പതിറ്റാണ്ടുകൾ തന്നെ ആ വിമർശനത്തിന് നിലനിൽപ്പുണ്ട്
എന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, വിമർശനത്തിന് നിലനിൽപ്പുണ്ട് എന്ന് അങ്ങ് ആവർത്തിക്കുന്നുണ്ട്. ഈ വിമർശനം കൊണ്ട് തിരുത്തേണ്ടതുണ്ട്. അത് മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിയെ തിരുത്തേണ്ടതുണ്ട്. എല്ലാം ഒന്നിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു ഏകാധിപത്യ പ്രവണത അത് ഒരിടത്തും നല്ലതല്ല. അത് ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതല്ലേ? അതിന് പകരം സൂര്യൻ, കഴുകൻ അങ്ങനെ വിശേഷണങ്ങൾ ചാർത്തിക്കൊടുക്കുകയും അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആ വിശേഷണങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് അത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയാണോ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ? യെസ്, ഞാനിപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക? എന്ത് വീരാരാധനയായിട്ടുള്ളത്? സൂര്യൻ, കഴുകൻ. കഴുകൻ എന്ന് പറഞ്ഞതൊക്കെ യോജിക്കാനേ കഴിയില്ല. കഴുകൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ. ഡിസ്ട്രക്ഷൻ ആണ്. ആരാ കഴുകൻ എന്ന് പറഞ്ഞത്? അങ്ങനെയുള്ള കീർത്തി ഗീതങ്ങളാണ് മുഴങ്ങിയത്. കഴുകൻ ആരാ പറഞ്ഞത്? കീർത്തി ഗീതങ്ങൾ അങ്ങനെയാണ് വരുന്നത്. അല്ല, കീർത്തി ഗീതങ്ങളൊക്കെ പലതും ഉണ്ടായിട്ടുണ്ടാവുന്നു. അത് ഇനി അതിപ്പോൾ ലെനിനെ പറ്റി എന്തെല്ലാം പറയുന്നുണ്ട്, സ്റ്റാലിനെ പറ്റി എന്തെല്ലാം പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചാണ്. ഗീതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയെത്ര എത്രയെത്ര നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയെത്ര സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. വീരാരാധന ഞാൻ ഈ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാർ അത് വെച്ച് പുലർത്തേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങൾ പലതും അങ്ങനെയുള്ള വിശേഷണങ്ങൾ വേണ്ട എന്നൊരു പാർട്ടി സെക്രട്ടറിക്ക് പറഞ്ഞുകൂടെ? അങ്ങേക്കൊരു തിരുത്തൽ ശക്തി ആയിക്കൂടെ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ? ഞങ്ങൾ ആ രീതിയിലുള്ള ഒരു വിശേഷണവും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് കൃത്യമായി പറഞ്ഞല്ലോ. പിന്നെ വീണ്ടും അതിന്റെ മേലെ മറ്റൊരു ആരോപണം നിരന്തരമായി ചർച്ച ചെയ്യുന്നതും നിഷ്കളങ്കരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലുമല്ല, ഒരു തെറ്റിദ്ധാരണയുമില്ല. ചർച്ച ചെയ്യപ്പെട്ടു പോകുന്നത് അങ്ങനെയുള്ള വിശേഷണങ്ങൾ വരുമ്പോഴാണ്. മുൻപും ഉണ്ടായിട്ടുണ്ട്. പി ജയരാജന്റെ പാട്ട് നമ്മൾ ചർച്ച ചെയ്തതല്ലേ? അതൊക്കെ ചർച്ചയാകും. രണ്ടാമത്തെ കാര്യം ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എല്ലാ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അങ്ങനെ ഒരു വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അതിനുള്ള മറുപടി എന്താണ്? അല്ല, അത് തെറ്റായ വിമർശനമാണ്. പിന്നെ മറുപടി പറയേണ്ട കാര്യമുള്ളൂ. ശ്രീ എം വി ഗോവിന്ദൻ, ഇപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ കേന്ദ്ര അന്വേഷണം വരികയാണല്ലോ. എക്സാലോജിക്കുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്ന് താങ്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ പാർട്ടിയാണ് ആദ്യം പ്രതിരോധത്തിനായി രംഗത്ത് വന്നത്. അന്ന് പറഞ്ഞൊരു വിശദീകരണം 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാട് എന്നുള്ളതാണ്. മാത്രമല്ല, വീണയോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ചോദിക്കാതെ അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത് ശരിയായില്ല എന്നും പറഞ്ഞു. ഇപ്പോൾ വീണയുടെ വിശദീകരണത്തിലുള്ള സമയമായിരിക്കുകയാണ്. വീണയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്താൻ പോകുന്നു. അപ്പോഴെന്താണ് ഇപ്പോൾ പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? വന്നോട്ടെ. ഏത് അന്വേഷണം വരട്ടെ, ആ അന്വേഷണത്തെ നേരിടാം. അതിലൊന്നും ഒരു സംശയം ആർക്കും ഇല്ല. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് 4 മാസമല്ലേ എനിക്ക് കാത്തിരിക്കണ്ടു, വരട്ടെ എന്ന്. 4 മാസം അന്വേഷണം പൂർത്തിയാകാനുള്ള സമയമാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ. നിങ്ങൾക്ക് എന്തിനാ? അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 12-ാം തീയതി ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. പ്രതികരണം കണ്ടില്ല വീണ വിജയന്റെ. ആയിക്കോട്ടെ, അന്വേഷിച്ചോട്ടെ. അല്ല, ഇത് എന്തിനാ പ്രതികരിക്കേണ്ട കാര്യം? അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതികരിച്ചാൽ മതിയല്ലോ. നിങ്ങളോട് എന്തിനാ പ്രതികരിക്കുന്നത്? ഭാഗമായിട്ടല്ലേ പ്രതികരിക്കേണ്ടത്? പ്രതികരിക്കട്ടെ. ശരി. ഇപ്പോൾ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലപാടെടുത്തിട്ടുണ്ട് ദേശീയ തലത്തിലും. അപ്പോൾ ഇടതു സ്വാധീനം കൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് മാഷു പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിന്റെ തീരുമാനം എന്നുള്ളത് വ്യക്തിപരമായി ആ ക്ഷേത്ര സന്ദർശനം നടത്തുന്നതിന് ആർക്കും തടസ്സമില്ല എന്നൊരു നിലപാടാണ്. അങ്ങനൊരു നിലപാടല്ലല്ലോ ഇടതു മുന്നണിയുടേത്. അല്ലല്ല, ഞങ്ങളെടുത്ത നിലപാട് ഇതിനെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ്. മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തേണ്ടതില്ല എന്ന നിലപാടാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ വിശ്വാസികൾ അമ്പലത്തിലേക്ക് പോകുന്നതിനൊന്നും ഞങ്ങളെതിരായിട്ട് നിൽക്കേണ്ട ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അമ്പലത്തിലോ പള്ളിയിലോ അതുപോലെ തന്നെ ചർച്ചിലോ എവിടെ വേണമെങ്കിലും പോകുന്നതിൽ ഞങ്ങളാരും എതിരല്ല. പക്ഷേ പണി പൂർത്തിയാവാത്ത ഒരു ക്ഷേത്രം 25 അവസാനം പൂർത്തിയാവുമെന്ന് അവർ തന്നെ വ്യാഖ്യാനിക്കുന്ന ക്ഷേത്രം 2024 തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശങ്കരാചാര്യന്മാർ ഉൾപ്പെടെ പറയുന്നത് ഇത് ഹിന്ദു രീതിക്ക് എതിരായിട്ടുള്ളതാണ് എന്ന് അവർ തന്നെ പറയുന്ന രീതിയിൽ തിടുക്കത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? ആ രാഷ്ട്രീയം വർഗീയമാണ്. ആ വർഗീയ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നാണ് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പങ്കെടുക്കരുത് എന്നാണ് മറ്റ് പാർട്ടികളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചത്. അതിപ്പോഴും ശരിയാണ്. ശരി. എം വി ഗോവിന്ദൻ മാസ്റ്റർ, ഇപ്പോൾ മാഷിനൊരു വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വക്കീൽ നോട്ടീസ് അയച്ചു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. മാഷിന് ആ വക്കീൽ നോട്ടീസ് കിട്ടിയോ രാഹുൽ മാങ്കൂട്ടത്തിലിന്? ഇല്ല, കിട്ടിയില്ല. വക്കീൽ നോട്ടീസ് കിട്ടിയില്ല.
വക്കീൽ നോട്ടീസിൽ പറയുന്നത് വ്യാജരേഖയാണ് എന്ന് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞത് കള്ളമാണ്. അത് അപമാനിക്കാനാണ്, രാഹുലിനെ അപമാനിക്കാൻ വേണ്ടിയാണ് ഗോവിന്ദ മാസ്റ്റർ അങ്ങനെ പറഞ്ഞത്. അത് കിംസ് ആശുപത്രിയിൽ നിന്ന് നൽകിയതാണ്. അതിപ്പോൾ സീൽ വെച്ച് സെഷൻസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു ആരോപണം, വ്യാജരേഖ എന്നൊരു ആരോപണം ഒഴിവാക്കാമായിരുന്നു ഗോവിന്ദ. അതെ അതെ, കോടതി തന്നെ പറഞ്ഞത് ഇതിൽ ഒപ്പുമില്ല, ഇതിൽ ആസ്പത്രിയുടെ പേരുമില്ല, സീലുമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു രേഖയായതുകൊണ്ടാണല്ലോ കോടതി തന്നെ വളരെ വ്യക്തതയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ഇപ്പോഴെന്താണ് സ്ഥിതി എന്ന് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് കോടതി തന്നെ അയച്ചത്. ആ അയച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പരിശോധിച്ച് വന്നപ്പോഴാണല്ലോ ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതാപരമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായിട്ടും ഇല്ല എന്നാണ് കോടതി പറയുന്നത്. സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു അസുഖമുണ്ട് എന്നുള്ള കാര്യം ഇല്ല എന്നാണ്. ആ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് ഈ പറയുന്ന പോലെ സീലും ഇല്ല, അതുപോലെ തന്നെ പേരും ഇല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റാണ്. അതിനെന്താ നിങ്ങൾ പറയുക? ആ പേര് നിങ്ങൾ പറഞ്ഞോ? അത് ഡിസ്ചാർജ് സമ്മറിയാണ്. ഞാൻ പറഞ്ഞതല്ല ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, അത് ഡിസ്ചാർജ് സമ്മറിയാണ്. അത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തതല്ലോ ആ ഘട്ടത്തിൽ. കൃത്യമായ രേഖകൾ ആശുപത്രി തന്നെ കൊടുക്കുന്ന കൃത്യമായ രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് അങ്ങേക്കും അറിയാവുന്നതാണ്. പക്ഷേ ഉടനെ തന്നെ നമുക്കറിയാം വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് സംബന്ധിച്ചൊരു കേസ് നിലവിലുണ്ട്. വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് സംബന്ധിച്ച ഒരു കേസ് നിലവിലുണ്ട്. പക്ഷേ ഈ ആശുപത്രി രേഖ വ്യാജമെന്ന് പറയുമ്പോൾ അതിലങ്ങ് കുറച്ചുകൂടി ഒരു ജാഗ്രത പുലർത്തേണ്ടതായിരുന്നില്ലേ? അല്ല, കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മുന്നിൽ അന്നൊരു രേഖയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് കോടതി വിധി ഉൾപ്പെടെ കിട്ടിയത്. അന്ന് കോടതിയിൽ അവർ സമർപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥവുമായി ബന്ധമില്ലാത്തതാണ് എന്ന് പറഞ്ഞ യാഥാർത്ഥ്യമില്ലാതെ അവ്യക്തമായ രേഖ എന്നതായിരുന്നു മാഷ് ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജാമ്യം കൊടുക്കണം. എന്തുകൊണ്ടാണ് ജാമ്യം കൊടുക്കേണ്ടത്? ജാമ്യം കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് വളരെ ഗൗരവമുള്ളൊരു അസുഖമുണ്ട്. ഈ അസുഖം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജാമ്യം കൊടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ജാമ്യം കൊടുക്കേണ്ടതുണ്ടോ എന്ന് കോടതി അന്വേഷിച്ചപ്പോഴാണ് ഈ കടലാസ് കൊടുക്കുന്നത്. ആ കടലാസ് നിങ്ങളെന്ന് പറഞ്ഞത്, എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നാണ്. ആ സർട്ടിഫിക്കറ്റിൽ പിന്നീട് കോടതി കണ്ടെത്തി ആ സർട്ടിഫിക്കറ്റ് ശരിയല്ല. അപ്പോൾ എന്ത് വേണം? ഒന്നുകൂടി അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ചു, അവർ പറഞ്ഞയച്ചിട്ട് പരിശോധിച്ച് വന്നപ്പോൾ യാതൊരു തരത്തിലുള്ള ശാരീരിക പ്രശ്നവുമില്ല. അപ്പോൾ റിമാൻഡ് ചെയ്യാം എന്ന് അവർ തീരുമാനിച്ചു. അത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ലോകം മുഴുവൻ അറിയില്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉപയോഗിച്ച പദപ്രയോഗം വളരെ കൃത്യമല്ലേ? അതെങ്ങനെ വ്യാജമാകും? ആശുപത്രിയുടെ ഒറിജിനൽ രേഖയല്ലേ, അസൽ രേഖയല്ലേ? അതിലൊപ്പം സീലും ഉണ്ടായിരുന്നില്ല. ആശുപത്രിയെ പ്രതികൂട്ടിലാക്കുകയാണോ? നിങ്ങൾ മാക്കൂട്ടത്തിന് വേണ്ടി വാദിച്ചോ? ഞാൻ മാക്കൂട്ടത്തിന് വേണ്ടി വാദിക്കുന്നൊന്നുമില്ല. അത് മാക്കൂട്ടത്തിൽ പോലും പറയില്ല. മനസ്സിലാക്കണം. ഞാനൊരു കാര്യമാണ് പറഞ്ഞത്. വാദിക്കുന്നില്ല, ഐക്യങ്ങളും വേണ്ടി വാദിച്ചോ? എനിക്ക് തർക്കമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ശേഷം നടന്ന പ്രതിഷേധ സമരങ്ങൾ പറഞ്ഞത് കേട്ടെ. പറയൂ മാസ്റ്റർ. അതിനുശേഷം നടന്ന പ്രതിഷേധ സമരങ്ങൾ, ആ പ്രതിഷേധ സമരങ്ങളിൽ പെൺകുട്ടികളെ തിരഞ്ഞു പിടിച്ച് പോലീസ് ആക്രമിക്കുന്നു എന്നൊരു പരാതി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ഇപ്പോൾ റിയ എന്ന KSU പ്രവർത്തകയുടെ തലമുടിയിൽ ചവിട്ടിപ്പിടിച്ച പോലീസ് നിൽക്കുന്ന ദൃശ്യം അതെല്ലാ പത്രങ്ങളിലും വന്നതാണ്. അതിൽ ടി പത്മനാഭൻ പ്രതികരിച്ചു, ലീലാവതി ടീച്ചർ പ്രതികരിച്ചു. ലീലാവതി ടീച്ചർ പറയുന്നത് മണിപ്പൂരിലെ ആ ക്രൂര ദൃശ്യങ്ങൾക്ക് ശേഷം കണ്ട ഒരു ദൃശ്യമെന്നാണ്. അങ്ങനെ എഴുത്തുകാർക്ക് പോലും ആ രൂപത്തിൽ പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പരിശോധിക്കേണ്ടതല്ലേ? അതിനെ പരിശോധിക്കും. അതിനെന്താ ആർക്കാ തർക്കമുള്ളത്? ഞങ്ങൾക്ക് അതിനൊന്നും എതിർപ്പില്ല. അങ്ങനെയുള്ള അതിക്രമങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കട്ടെ. വളരെ പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം പറയാം. പത്രം കണ്ടത് മാത്രം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അതെന്ത് അടിസ്ഥാനത്തിലാണ്, എങ്ങനെയാണ്? അതിലെന്തെങ്കിലും പെശകുണ്ടെങ്കിൽ ആ പെശക് തിരുത്തപ്പെടേണ്ടതാണ്, തെറ്റാണെന്ന് അംഗീകരിക്കേണ്ടതാണ്. ഗോവിന്ദ മാഷ, ഈ തുടർച്ചയായി പോലീസിന്റെ അതിക്രമങ്ങളാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. നവകേരള സദസ്സിന്റെ യാത്രയും ഒടുവിൽ വിവാദമായി നിൽക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമവുമായിട്ടാണ് ആ ചർച്ച പിന്നീട് മാറുന്നത്. ആ ഘട്ടത്തിൽ ഈ പോലീസിന്റെ സർക്കാർ തയ്യാറാകേണ്ടതുണ്ടോ ഗോവിന്ദ മാഷ്? ഒറ്റപ്പെട്ട് കാണേണ്ടയില്ല. അടിക്കും, തകർക്കും, പൊളിക്കും എന്നൊക്കെ VD സതീശനെ പോലെയുള്ള പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യമായിട്ട് കണ്ടാൽ മതി.
പരസ്പര പൂരകമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണം. നിങ്ങൾ ഏതെങ്കിലും ഏകപക്ഷീയമായിട്ട് ഒരു കാര്യം മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങൾ അടിച്ച് തകർക്കുമെന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവുള്ള നാട്ടിൽ ഈ രൂപത്തിലുള്ള അക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും നീങ്ങുന്നത് നമ്മൾ കണ്ടതല്ലേ? അത് അവസാനമല്ലേ പറഞ്ഞത്? അത് നമ്മൾ ഒറ്റപ്പെടുത്തി അവസാനമല്ലേ മാത്രം പറഞ്ഞത്? ചൂണ്ടിക്കാണിച്ച് സ്വീകരിക്കുന്നത് എന്താ? ഈ ചെടിച്ചട്ടി ആക്രമണത്തിനൊക്കെ ശേഷമാണല്ലോ ആദ്യം മുതലേ പറഞ്ഞിരുന്നു. അല്ല, ചെടിച്ചട്ടി ആക്രമണം മുതലേ തുടങ്ങിയിട്ടുണ്ടല്ലോ. അവർ ചെടിച്ചട്ടി ആക്രമണത്തിലേക്ക് എത്താൻ കാരണം എന്താ? കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടോ കരിങ്കൊടി കാണിക്കാൻ? കരിങ്കൊടി സമരത്തെ എങ്ങനെയാണ് പാർട്ടി സെക്രട്ടറി കരിങ്കൊടി സമരത്തെ എങ്ങനെയാണ് കാണുന്നത്? കരിങ്കൊടി സമരം എന്ന സമര മാർഗത്തെ എങ്ങനെയാണ് CPM സംസ്ഥാന സെക്രട്ടറി കാണുന്നത്? ഞാൻ പറഞ്ഞ കാര്യം ഇല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യമല്ല ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തം. കോൺഗ്രസ് കരിങ്കൊടി സമരത്തിന് തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണ്. യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി സമരം തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണ്. കരിങ്കൊടി സമരത്തോടുള്ള നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാണല്ലോ. അത് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയുന്നതല്ല. ആർക്കാ തർക്കമുള്ളത്? ഏത് കരിങ്കൊടി സമരത്തെയും ഞങ്ങൾ അനുകൂലിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായിട്ട് ഇവരുടെ കരിങ്കൊടി സമരം എങ്ങനെയാണ് വ്യത്യസ്തമായത് മാഷേ? ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായില്ല. കരിങ്കൊടി സമരം നേരത്തെ പ്രസ്താവന ഇറക്കണമോ? അതാ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഒന്നും കൂടി ചോദിക്കാം. ഒരു ജാഥ അല്ലെങ്കിൽ ഒരു സദസ്സിലേക്കുള്ള ഒരു യാത്ര, ആ യാത്രയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ അതിൽ UDF ഉൾപ്പെടെയുള്ള എല്ലാവരും വരേണ്ടതായിരുന്നു. അവർ വന്നില്ല, അവർ ബഹിഷ്കരിച്ചു. എന്നാൽ ആ ജാഥക്ക് നേരെ കടന്നാക്രമത്തിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലേക്ക് ചാടിയോ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടത്തണമെന്ന് കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ KSCO ആരും തീരുമാനിച്ചിട്ടില്ല, ആരും അനൗൺസ് ചെയ്തിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ അവർ ഈ അക്രമം മുഴുവൻ നടത്തിയത്. തിരുവനന്തപുരത്ത് വരെയാണ് നടത്തിയ അക്രമത്തിൻ്റെ എല്ലാം പിന്നിൽ വേറെ എന്താ ആശയത്തിൻ്റെ മേലെയാ? ഏത് മുദ്രാവാക്യത്തിൻ്റെ പേരെയാ? ഏത് ആഹ്വാനത്തിൻ്റെ പേരെയാ? അപ്പോൾ അടിക്കണം, പൊളിക്കണം, തകർക്കണം. സമതല തെറ്റിയ രീതിയാണ് കൈകാര്യം ചെയ്തത്. അതാ പ്രശ്നം. അപ്പോൾ ശ്രീ എം വി സമനില തെറ്റിയതെന്ന് താങ്കൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രതികരണം ഉണ്ടാവൂലേ? ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, സ്വാഭാവിക പ്രതികരണമാണോ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്ന ഭിന്നശേഷിക്കാരന്റെ പിന്നിലേക്ക് കാലുയർത്തുന്ന DYFI വോളണ്ടിയർ? സ്വാഭാവികമാണോ? ഇന്നലെ തന്നെ പറഞ്ഞു സമനില തെറ്റിയതാണ്. സമനില തെറ്റിയത് ആർക്കാണ്? DYFIയുടെ വോളണ്ടിയർമാർ ആ ടീഷർട്ട് ഇട്ടുകൊണ്ടാണല്ലോ ഭിന്നശേഷിക്കാരനെ എടുത്തുകൊണ്ട് പോകുന്ന പോലീസ് തിരിഞ്ഞു പോകുമ്പോൾ കാലുയർത്തുന്നത്. നിങ്ങൾക്ക് DYFIനോട് വിരോധമുണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാം DYFIന്റെ മേലെ അങ്ങനെ ചാരുന്നില്ല. DYFI കാലുയർത്തിയെങ്കിൽ അവിടെ യൂത്ത് കോൺഗ്രസ് കാലുയർത്തിയെന്ന് പറയാൻ പറ്റുമോ? DYFI ചെടിച്ചട്ടി കൊണ്ടടിച്ചാൽ യൂത്ത് കോൺഗ്രസ് അടിച്ചെന്ന് പറയാൻ കഴിയുമോ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ? പറയാൻ പറ്റില്ല. എന്തിനാ അങ്ങനെ പറയേണ്ട കാര്യം? അവരതുകൊണ്ടല്ല കേസ് ആയി അവർ ജയിലിൽ കിടന്നത്. അതല്ലേ ജനാധിപത്യപരമായ രീതി. അവർക്കെതിരായിട്ട് കേസെടുത്തു, അവർ റിമാൻഡ് കിടന്നു, ജയിലിൽ കിടന്നു. പ്രതിപക്ഷ നേതാവും ഇപ്പോൾ ചർച്ചയ്ക്ക് വരികയാണ്. അപ്പോ കേന്ദ്രത്തിനെതിരെ ഒരുമിച്ചുള്ള പ്രതിഷേധത്തിനാണ് സർക്കാരിന്റെ ശ്രമം. മീറ്റിംഗിൽ പങ്കെടുക്കും. അപ്പോൾ ഒരുമിച്ചു തന്നെ പ്രതിപക്ഷത്തെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനായി ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് അല്ലേ? അതെ. ഞങ്ങൾ അന്ന് ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. കേരളീയം പരിപാടിയുടെ ഭാഗമായിട്ടും അവരെ ക്ഷണിച്ചതാണ്. അതുപോലെ തന്നെ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടും അവരെ ക്ഷണിച്ചതാണ്. ഇപ്പോഴും കേന്ദ്രത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടും അവരെ ക്ഷണിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അവരെ തള്ളിക്കളയുന്ന നിലപാട് സ്വീകരിച്ചിട്ടേ ഇല്ല. അവരാണ് തള്ളിക്കളഞ്ഞത് എല്ലാം. ഇതൊരു നാമമാത്രമായ ക്ഷണമാണോ? ആത്മാർത്ഥമായി ഈ കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം ചെയ്യാൻ ക്ഷണിക്കുന്നതാണോ? അല്ല, നാമമാത്രം എന്ത് കാര്യ? നമ്മൾ ആത്മാർത്ഥമായിട്ടല്ലേ ക്ഷണിക്കുന്നത്. അവർ വരണ്ടേ? അവർ MP-മാർ ഇവിടുന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ തീരുമാനിച്ച് മെമ്മോറാണ്ടം കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ആ മെമ്മോറാണ്ടത്തിൽ ഒപ്പിടാൻ പോലും തയ്യാറില്ലാത്ത MP-മാരുടെ ചിത്രം നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇവിടുന്ന് പൊതുവായിട്ടുള്ള ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ഗവൺമെൻറ് മിഷനറി ആകെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MP-മാരും MLA-മാരും ഒക്കെ സമരത്തിലേക്ക് പോകുമ്പോൾ ആ സമരത്തിൽ നിങ്ങളുടെ കൂടി പങ്കാളിത്തം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ഓക്കെ. എനിക്ക് ഉണ്ണി ബാലകൃഷ്ണൻ നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ചോദ്യങ്ങൾ കഴിഞ്ഞെങ്കിൽ എന്നെ കഴിഞ്ഞു. നന്നായി, എന്നാ പിന്നെ അവസാനിപ്പിച്ചു. നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ താങ്ക് യു ശ്രീ വി ഗോവിന്ദൻ മാഷ്, രാവിലെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് നന്ദി. യെസ്. താങ്ക് യു.